അമ്മ ഇന്ന് അവള് ചുമ്മാ എന്നെ ചോളിയാൻ വന്നതാ. എന്നിട്ട് അമ്മ അവൾക്ക് സൈഡ് പിടിച്ചേക്കുമായിരുന്നു കേട്ടല്ലോ. അമ്മയ്ക്ക് അല്ലേലും ചക്കരേനെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് ശരിയാ അമ്മ. അമ്മ അവള് എപ്പോഴും ജോബിനേച്ചിന് മാത്രമല്ല തള്ളി പറയത്തുള്ളൂ. കുഞ്ഞേച്ചോട് എപ്പോഴും നിക്കണത്. നീയൊക്കെ എന്നാ വർത്താനം പറഞ്ഞ? അമ്മ അവൾ ഈയിടെ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങള് ഞാനും മാളും ഒക്കെ കുഞ്ഞിലേ തൊട്ട് പഠിച്ച്. അവൾ ഈ 10ാം ക്ലാസ്സിൽ കയറിയിട്ടല്ലേ പഠിക്കാൻ തുടങ്ങി. ഞങ്ങളതിന് പഠിച്ചിട്ടുണ്ടല്ലോ. അവളിപ്പോ പഠിക്കാനായിട്ട് രാവിലെ എഴുന്നേക്കുമ്പോ അമ്മയാണെങ്കിൽ അവൾ എഴുന്നേറ്റു നിങ്ങളും എഴുന്നേക്ക് എന്നൊക്കെ പുറകെ അങ്ങോട്ട് എഴുന്നേപ്പിക്കുവാണല്ലോ. ഞങ്ങൾക്കപ്പം എന്നെ കിടന്ന് ഉറങ്ങണ്ടേ? അവക്കാണ് അതിന്റെ പേര് തലവേദനയും തലമരപ്പും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതിനൊന്നും വേണ്ട. ഞാൻ എൻ്റെ കാര്യം പറയാം. എന്ത്? അവള് കാലത്ത് 6:30 ഇവിടുന്ന് പോകുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് ആ കൊച്ചി എപ്പോഴും ഇവിടെ കയറി വരുന്നത് 7:30 ആകുമ്പോഴേ കയറി വരുന്നത്. അതിനിടയ്ക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് വാരി തിന്ന് ഓടിപ്പോകുന്നു. ഉച്ചയ്ക്കുള്ള ആ ഒരു ചോറ് മാത്രം അവൾ കഴിക്കണുള്ളൂ. 4 മണിക്ക് നേരെ അവൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകും. ആണോ? ഒരു ദിവസം ഉള്ളപ്പോൾ ശനിയാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച കരാട്ടയ്ക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞ് അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒന്നില്ലെങ്കിൽ അച്ചാച്ചൻ വിളിക്കും. കാല് തിരുമ്പ് അത് ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് വിളിക്കും. ആ വിളിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് കിടക്കണത് എപ്പോഴാണ്? ഒരു 10 മണി 11 മണി ആകുമ്പോൾ എടുക്കും. മനസ്സിലാവണ്ട? അപ്പോൾ അതിനോട് ഇത്തിരി ഇത് പറയണതാണോ ബുദ്ധിമുട്ട് നിങ്ങൾക്ക്? നീ ഒന്ന് ആലോചിച്ചേക്ക്. നീ ട്യൂഷന് പോയി കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴാണ് കൊണ്ടുവരുന്നത് നിന്നെ? 9 മണിയാകുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവരുന്നുണ്ടോ? വരുന്നുണ്ട്. അപ്പം നീ എന്താ ചിന്തിക്കാത്ത? നിന്നെ ഞാൻ നേരിട്ട് വന്ന് കൊണ്ടുവരിക ചെയ്യണത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ചുമ്മാ എടി അവൾക്ക് അവളുടെ ഇതിനനുസരിച്ച് അവള് 10 വരെ 9 വരെ ട്യൂഷന് പോകാൻ നോക്കിയില്ല. അതെന്തുകൊണ്ടാണ്? അതെങ്ങനെയെങ്കിലും വലിച്ചെത്തിക്കായിരുന്നു. 10ാം ക്ലാസ് ആയപ്പോൾ അവൾ നിർബന്ധം പറഞ്ഞു എനിക്ക് ട്യൂഷൻ വേണം അമ്മയെന്ന് പറഞ്ഞു. നീ +2 ആയപ്പോഴാണ് ട്യൂഷൻ്റെ കാര്യം പറഞ്ഞത്. നിനക്ക് 10ാം ക്ലാസ്സിൽ സ്വന്തമായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങാനുള്ള കഴിവുണ്ട്. അവൾക്ക് അതിനുള്ള ശേഷിയില്ല. അവൾക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ടാവുന്നുണ്ട്. അപ്പം 2 പേരും ട്യൂഷന് പോകുന്നുണ്ട്. നീ ഇവിടുന്ന് കാലത്ത് 7:30 പോകുന്നു. നിനക്കുള്ള ഭക്ഷണം നീ കഴിച്ചു പോകുന്നു. ഉച്ചയ്ക്കുള്ള ഞാൻ തന്നു വിടുന്നുണ്ട്. നേരിട്ട് നീ വരുമ്പോൾ ട്യൂഷന് പോകുന്നു. ശരി, നീ 8:30 ആകുമ്പോൾ ഞാനിവിടുന്ന് ഓടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടുവരാനായിട്ട്. പിന്നെ നീ എന്തിനീ എപ്പോഴും അസൂയപ്പെടേണ്ട ആവശ്യം? നിങ്ങൾ 4 പേർക്കും നിങ്ങൾക്ക് തരേണ്ട ലെവലിലുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ തരുന്നുണ്ട്. മനസ്സിലാവണ്ട? നീ ഇതിന് പറഞ്ഞ വലിയേച്ചോട് നീ എന്തിനീ ആവശ്യം തേരി പിടിപ്പിക്കാൻ നിൽക്കണേ? നീ അത് കേട്ടിട്ട് അവള് കിടത്തുള്ളാ നിൽക്കട്ടെ. എന്നതേ ഈ തമ്മി തലിക്കണ സ്വഭാവം അത്ര നല്ലതൊന്നല്ല. നീ എന്തിനും ഇന്നലെ ഇവളോട് പറയണ്ടായിരുന്നേ നിനക്ക് അണ്ണനെ ഇഷ്ടമാണ് അണ്ണനെ ഇഷ്ടം എന്നുള്ളത്? അവൾ അണ്ണന്റെ പെണ്ണല്ലേ, അവൾക്ക് എപ്പോഴും അണ്ണനെ മതി. എന്ത് കാര്യം ഉണ്ടെങ്കിലും അണ്ണനെ മാത്രം വിളിക്കും. എടാ നിന്നെ എന്തിനാലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നീ അവിടെ എനിക്ക് സച്ചുവിൻ്റെ അവിടെ കളിക്കാൻ പോകണം, എനിക്ക് അവിടെ കളിക്കാൻ പോകണം, എനിക്ക് പറമ്പിൽ കളിക്കാൻ പോകണം, എന്തായാലും ആവശ്യമുണ്ട് ഞാൻ നിന്നെ ആദ്യം വിളിക്കുന്നത്. പക്ഷെ നീ അത് കേൾക്കാറില്ല. അവനെ വിളിക്കുമ്പോൾ അവൻ ദാ വരുന്ന ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് എൻ്റെ കൂടെ. അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ പോകുന്നേ. എന്നും വെച്ചിട്ട് എന്റെ കൂടെ SBയിലുള്ള അവൻ തന്നെയാ. അവിടെ നിന്ന് എന്റെ കൂടെ വരുന്നതും എനിക്ക് എന്തായാലും ഞാനിപ്പോ എന്റെ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അവനും എന്റെ കാര്യങ്ങൾ പറയുന്നുള്ളൂ. നീ എന്താ എന്നോട് ഒന്നും പറയാത്തെ? നീ നേരം ചക്കരയുടെ കൂടെ പോകും. എന്നിട്ട് നീ പറയുന്നുണ്ട് ചക്കരയ്ക്ക് മാണീനെ മതി, അവനെ മതി, ഇവനെ മതി എന്നൊക്കെ. പിന്നെ നീ പറയുന്നത് നീ ആണെങ്കിൽ സച്ചുവിനെ മതി, എനിക്ക് സച്ചുവിന്റെ കൂടെ കളിക്കാൻ പോകണം, എനിക്ക് ഏത് നേരം അവന്റെ കൂടെ കളിക്കാൻ പോകണം, ഇവന്റെ കൂടെ കളിക്കണം. ഇതേ ഉള്ളു നിനക്ക്. തക്കുടൊരു കാര്യം മനസ്സിലാക്കാം. നിനക്ക് 3 പെങ്ങന്മാരാ. അവർക്ക് എല്ലാവർക്കും കൂടി നീ ഒരു ആങ്ങളേ ഉള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? പിന്നെ അവരോട് അപ്പുറത്തുകാരോട് അവളുടെ സ്നേഹം കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവളെപ്പോഴും കൂടെ കൂട്ടണതും അല്ലെങ്കിൽ അവൾ പോകുമ്പോൾ അവളെ വിളിച്ചുകൊണ്ട് പോണത് അവനെ. നീ കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്നു, അവൾ SBയിൽ പഠിക്കുന്നു. 2 സ്ഥലത്തല്ലേ പഠിക്കണത്. മനസ്സിലാവുണ്ടോ? അപ്പം ഇനി മേലാക്കം എപ്പം നോക്കിയാൽ അത് പറഞ്ഞ് കുത്തണ്ട. അണ്ണനുണ്ട് എന്നെ വേണ്ട നിന്നെല്ലാവർക്കും വേണം അവിടെ. മനസ്സിലായില്ല? കുടുംബകലഹം ഉണ്ടാക്കാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തല്ലു പിടിക്കാൻ നിൽക്കരുത്. ഇതിങ്ങനെ കൂടിയാണ് ഓരോ വീടുകളിൽ ഇതിങ്ങനെ എന്താ പറയുക അന്നന്ന് തീർക്കേണ്ട പ്രശ്നങ്ങൾ അന്നന്ന് തീർക്കാണ്ട് ഇതിങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ടാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിയണത്. മനസ്സിലാവണ്ട? നിങ്ങൾ പരസ്പരം ആദ്യം തന്നെ 4 പേരൊന്ന് മനസ്സിലാക്കുക. നിങ്ങളിങ്ങനെ സ്നേഹത്തോടു കൂടി കഴിയണത് കാണാൻ പറ്റാത്ത കുറേ പേര് നിങ്ങളുടെ പുറകിലുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അല്ല കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഒത്തിരി പേര് വരും. ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ 4 പേര് അത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ നോക്കുക. മനസ്സിലാവണ്ടല്ലോ? കലക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ 4 പേര് ഒരുമിച്ച് നിന്നിട്ട് വേണം അവരെ എതിരിടാനായിട്ട്.
ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്നറിയോ? സമാധാനം. അത് നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ ഉണ്ടാക്കി തരാം. മകളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇച്ചിരി ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഈ തല്ല് പിടിച്ചോണ്ടിരിക്കുന്നത് അങ്ങോട്ട് ഏർപ്പാട്. ഞങ്ങൾ അടി പിടിക്കുന്നത് എങ്ങനെയാ? ഒരു ഞങ്ങൾ ഇച്ചിരി നേരം അടി പിടിച്ചാലും കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങൾ സ്നേഹത്തിലാണ്. പിന്നെന്തിനാ ഈ അണ്ണനോടെ സ്നേഹം, നിന്നോടെ സ്നേഹം, എന്നോടെ സ്നേഹം. അമ്മയ്ക്ക് അങ്കിളിനോടാ കൂടുതൽ ഇഷ്ടം, അല്ല വലിയമ്മയോടെ ഇഷ്ടം എന്നൊക്കെ. എന്ത് അപ്പൊ ആച്ചനെ കമ്പയറിങ് അല്ലേ ചെയ്യുന്നത്? സമാധാനായ ഇന്നത്തെ കാര്യത്തിനൊരു തീരുമാനമായില്ലേ? ശരി. ഞങ്ങളിപ്പോ ഇത്ര പേര് ഒറ്റ അമ്മ ഒറ്റ. അതെ, ഇപ്പൊ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി. അമ്മ പറയാമെന്ന് ഡയലോഗ് പറഞ്ഞു. ശരിയാ. തമ്മി തല്ലാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇത് കൂടെ മുന്നോട്ട് പോകും. ഇപ്പൊ നിങ്ങൾ ഒറ്റക്കെട്ട്, ഞാൻ പുറത്ത്. ഞാനും അച്ചാച്ചനും പുറത്ത്, നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട്. ഇനി വേറൊരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാണെങ്കിൽ അമ്മേ അങ്ങനെയാണ് അമ്മേ, അവള് മിണ്ടുന്നില്ല അമ്മേ, എത്ര നേരമായി അമ്മ മിണ്ടാണ്ടായിട്ടെന്നൊന്നും പറഞ്ഞ എൻ്റെ അടുത്തേക്ക് പറയാം. ഇപ്പൊ വൈകുന്നേരം അമ്മ അച്ഛനോട് അടി പിടിക്കും. നമ്മളുടെ എന്തിനാ അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൂടെ കുറച്ച് നേരം അമ്മ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ 4 പേരെയും പുറത്താക്കിയിട്ട് നിങ്ങൾ 2 പേരും അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ. അതേ പരിപാടി ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് കാണിച്ചു. ശരി.